ബംഗാളിലേക്ക് പോവുകയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഇന്നാണ് തീരുമാനം വരുന്നത്. വൈകിട്ട് 4 മണിക്ക് ചേരുന്ന ബിജെപിയുടെ നിയമസഭാ കക്ഷി യോഗത്തിൽ നേതാവിനെ തിരഞ്ഞെടുക്കും. സുവേന്ദു അധികാരി, അഗ്നിമിത്ര പോൾ, രൂപ ഗാംഗുലി തുടങ്ങിയ പേരുകളാണ് പരിഗണനയിലുള്ളത്. ബംഗാളിലെ ആദ്യത്തെ ബി.ജെ.പി. മുഖ്യമന്ത്രി ആരെന്ന് ഉടൻ അറിയാം. കേന്ദ്ര നിരീക്ഷകനായ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിലാണ് യോഗം. ഒഡീഷ മുഖ്യമന്ത്രിയും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇത്തവണത്തെ പ്രചാരണത്തെ നയിക്കുകയും ഭവാനിപ്പൂരിൽ മമതാ ബാനർജിയെ പരാജയപ്പെടുത്തുകയും ചെയ്ത സുവേന്ദു അധികാരിയാണ് സാധ്യതയിൽ മുന്നിൽ. താൻ ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രമേ പ്രവർത്തിക്കൂ എന്നിവരെ പ്രഖ്യാപിച്ച നേതാവാണ്. മുതിർന്ന നേതാവ് ദിലീപ് ഘോഷ്, സംസ്ഥാന അധ്യക്ഷൻ സാമിക് ഭട്ടാചാര്യ തുടങ്ങിയ പേരുകളും പട്ടികയിലുണ്ട്. ഒരു വനിതാ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചാൽ അഗ്നിമിത്ര പോൾ, രൂപ ഗാംഗുലി എന്നിവരിൽ ഒരാൾക്കും വഴി തെളിഞ്ഞേക്കും. മധ്യപ്രദേശിലും രാജസ്ഥാനിലുമൊക്കെ സർപ്രൈസ് മുഖ്യമന്ത്രിയെ ബി.ജെ.പി. അവതരിപ്പിച്ചതും ചരിത്രമാണ്. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. നാളെ രാവിലെ 10 മണിയോടെയാണ് ചടങ്ങ്. പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖർ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് എത്തും. NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ചടങ്ങിനെത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് നിലവിലെ നിയമസഭയെ ഇന്നലെ ഗവർണർ പിരിച്ചുവിട്ടിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം അംഗീകരിക്കാത്ത മമതാ ബാനർജി ഇതുവരെ ലോക്ഭവനിലേക്ക് എത്തുകയോ രാജി സമർപ്പിക്കുകയോ ചെയ്തിട്ടില്ല. അതേസമയം സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ സ്റ്റാഫിനെ വെടിവെച്ച് കൊന്ന സംഭവത്തിൽ അന്വേഷണം തുടരുകയാണ്. കൂടുതൽ പ്രതികൾ ഉടൻ പിടിയിലാകുമെന്ന് പോലീസ് പറയുന്നു. ബംഗാളിൽ പലയിടത്തും തൃണമൂൽ ബി.ജെ.പി. പ്രവർത്തകർ ഏറ്റുമുട്ടി. കൊൽക്കത്തയിൽ നിന്നും വരുൺ വടശ്ശേരിക്കരയ്ക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.